കഴിഞ്ഞുപോയ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും സംഭവിച്ചു പോയ പിഴവുകളെ കുറിച്ച് ഓർക്കാൻ അല്ലാഹുവേ ഇന്നലകളിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കണം. നല്ലതോ ചീത്തയോ ചെറുതോ വലുതോ സാധാരണമോ അസാധാരണമോ സന്തോഷമോ ദുഃഖകരമോ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ അല്ലാഹു നമുക്കൊരവസരം തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാലങ്ങളെ കുറിച്ച് വന്നുപോയ പോരായ്മകളെ കുറിച്ച് നാം നിങ്ങളൊന്ന് ചിന്തിക്കുകയാണ്. കാലത്തിന്റെ കണ്ണികളിൽ ഒതുങ്ങി നിൽക്കുന്നവരല്ല, കാലം സാക്ഷിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ കാലത്തെ സത്യം ചെയ്തുകൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, മനുഷ്യരെല്ലാരും നഷ്ടത്തിലാണ്. അല്ലാഹ് പറയുകയാണ്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഒന്നാമതായിട്ട് കാലം തന്നെയാണ് സത്യമെന്ന കാലത്തിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് അല്ലാഹു രണ്ടാമത് പറയുകയാ, മനുഷ്യരെല്ലാവരും നഷ്ടത്തിൽ തന്നെയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭൗതിക ആഡംബരങ്ങൾക്ക് സുഖങ്ങൾക്ക് നടുവിലൂടെ മനുഷ്യനതാ പടച്ചറപ്പിനെ മറന്നുകൊണ്ടവൻ ഇഷ്ടമുള്ള ജീവിതം ഇങ്ങനെ നയിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ജനങ്ങളൊക്കെ നഷ്ടത്തിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ സത്യമാണ്. ഇന്നത്തെ മനുഷ്യന്റെ ജീവിതം എടുത്ത് നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളുടെ ജീവിതം തന്നെ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്ക്. വല്ലാത്ത അത്ഭുതമാണ്. ഒരു മുസ്ലിമിന് ഇങ്ങനെയാകാൻ കഴിയുമോ? ഒരു മുസ്ലിമിന് ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമോ? മറ്റുള്ളവരെ കുറ്റം പറയുന്നത് എന്തിനാണ്? മറ്റുള്ളവന്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത് എന്തിനാണ്? അവന് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയില്ല, പരലോകത്തെക്കുറിച്ച് വിശ്വാസമില്ല, ഖബറിനെ കുറിച്ച് വിശ്വാസമില്ല. ഈ ലോകത്ത് ചെയ്തു കൂട്ടിയത് മുഴുവനും നാളെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു ദിവസമുണ്ടെന്നവരെ വിശ്വാസമില്ല. പക്ഷേ ഇത് വിശ്വസിക്കുന്ന യഥാർത്ഥ മുസ്ലിം ഉണ്ടല്ലോ, അവന്റെ ജീവിതം വല്ലാത്തതാണ്, അവന്റെ പ്രവർത്തനങ്ങൾ വല്ലാത്തതാണ്. അവന്റെ ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോ മനുഷ്യൻ ഇത്രയും മതപ്പതിച്ചു പോകുമോ എന്ന് തോന്നുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ പറയുന്നു, മനുഷ്യൻ അതപ്പതിച്ച നാൽക്കാലികളെക്കാരും അതപ്പതിച്ചു പോകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാ. 1400 വർഷങ്ങൾക്ക് മുമ്പ് പടച്ചറബ് പറയുകയാണ്, 2 കാലുള്ള മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അതപ്പതിച്ചു കഴിഞ്ഞാൽ ബൽഹും അളല്, അവൻ 4 കാലികളെക്കാലം തരം താഴ്ന്നു പോകും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, മനുഷ്യൻ അതപ്പതിച്ചു പോയ 4 കാലികളെക്കാളും തരം താഴ്ന്നു പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതെങ്കിലും മൃഗം കൂട്ടമായി ബലാത്സംഗം ചെയ്യുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും മൃഗങ്ങൾ മറ്റൊരു മൃഗത്തിനെ കൂട്ടമായിട്ടിട്ട് ബലാത്സംഗം ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല, മൃഗങ്ങൾ പോലും ചെയ്യില്ല. ആര് ചെയ്യും? മനുഷ്യൻ ചെയ്യും. ഒരു പെണ്ണിനെ പ്രണയിച്ചിട്ട് അവൻ്റെ ആഗ്രഹം കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് പോലും പങ്കുവെച്ചു കൊടുക്കുന്ന കാലം. വളരെ നീചമായ രീതിയിൽ ഇന്നത്തേക്ക് നമ്മളൊരു പത്രത്തിൻ്റെ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. 6 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചവന് കണ്ടുപിടിച്ചു കൊടുത്ത 10 ലക്ഷം രൂപയെന്ന് പറഞ്ഞിട്ട് വാർത്തയുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 6 വയസ്സുള്ള കുട്ടി, സുബ്ഹാനല്ലാഹ്, അതിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കേണ്ട പ്രായം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ ക്രൂരമായ രീതിയിൽ കൂട്ടബലാത്സംഗം, ബസ്സിനകത്തിട്ട് ചെയ്യുന്നു, റോഡിലിട്ട് ചെയ്യുന്നു, അവിടെ ഇട്ട് ചെയ്യുന്നു, ഇവിടെ ഇട്ട് ചെയ്യുന്നു, പീഡനങ്ങൾ. മൃഗങ്ങൾ ചെയ്യുമോ? നിങ്ങളൊക്കെ കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങളൊക്കെ കാപ്പിയുടെ നടുവില. അള്ളാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട, മൃഗങ്ങൾ കൂട്ടബലാത്സംഗം ചെയ്യുമോ? പിന്നെ ആര് ചെയ്യും? മനുഷ്യന്മാർ ചെയ്യും. അതാ അള്ളാഹ് പറഞ്ഞ്, അതിനേക്കാളും അതപ്പതിച്ചു പോകും മനുഷ്യനെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ടത്, ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ സമുദായം വ്യഭിചാരം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാണും ഒരു പെണ്ണും ഒരുമിച്ചിരിക്കരുത്. ഒരന്യ പുരുഷനും ഒരന്യ പെണ്ണും ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്ന് നബിഗിന റസൂലുള്ളാഹി. ഒരാണും പെണ്ണും ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. പരിശുദ്ധമായ ദീനിന്റെ ആ ഒരു നിലപാട് നോക്ക്, എത്ര സൂക്ഷ്മതയാ. ഇസ്ലാമിനെ കുറിച്ച് ആര് പഠിക്കുന്നു? വേറെ ഏതെങ്കിലും ഒരു മതം എടുത്തിട്ട് നിങ്ങളൊരു നിയമം പറഞ്ഞതാ?
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അവിടെ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരന്യ പുരുഷനും ഒരു അന്യ പെണ്ണും ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല എന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്തേ കാരണം? എന്തേ ഇരുന്നാലെന്താ ഇപ്പൊ കുഴപ്പമെന്താ? അല്ലേ, ഇരുന്നാലിപ്പോ കുഴപ്പമെന്തേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു അന്യ പുരുഷനും ഒരു അന്യ പെണ്ണും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മൂന്നാമനായിട്ട് ഇബ്ലീസ് കടന്നു വരുമെന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അള്ളാന്റെ ഖുർആൻ എത്ര വ്യക്തമായി പറഞ്ഞു, വ്യഭിചരിക്കരുതെന്നല്ല. അല്ല പറഞ്ഞത് വ്യഭിചരിക്കരുതെന്നല്ല, വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിശാ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, വലാ തഖറബുസ്സിന, നിങ്ങൾ അതിലേക്ക് അടുക്കുന്നത് പോലും ചെയ്യരുതെന്നാ പറഞ്ഞത്. അള്ളാഹു പറയുന്നു നിങ്ങൾ വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, അതിലേക്ക് അടുക്കുന്നത് പോലും, ഒരിക്കലും നിങ്ങൾ ആ വ്യഭിചാരത്തിലേക്ക് ചെന്ന് അവസാനിക്കാൻ കാരണമാകുന്ന ആ ഒരു കാര്യം പോലും നിങ്ങൾ ചെയ്യല്ലേ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത്രയും വ്യക്തമായ രീതിയിൽ അള്ളാഹ് പറയുന്നു, വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശ. അതൊരു മോശമായ കാര്യവാ, ഒരു വൃത്തികെട്ട കാര്യവാ, നമുക്ക് ചേർന്നതല്ല, അതിലേക്ക് അടുക്കുക പോലും ചെയ്യല്ലേ എന്ന് വിശുദ്ധമായ ഖുർആൻ ഇത്ര സൂക്ഷ്മതയായിട്ടാ, അള്ളാഹുവിന്റെ ദീൻ അത്ര സൂക്ഷ്മതമായിട്ടാ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുന്ന ഒരു മുസ്ലിമിന്റെ ജീവിതം അങ്ങനെയാകണം. അത്ര സൂക്ഷ്മതയോടുകൂടി വേണം ജീവിക്കാൻ. അതിനുള്ള തെറ്റിലേക്ക് പോകാനുള്ള വഴികൾ നീ തുറക്കരുത്. ഒരു പെണ്ണിന്റെ ശരീരത്ത് വ്യക്തമായി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരന്യ പെണ്ണിന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാൽ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരന്യ പെണ്ണിന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാൽ അതിനേക്കാളും നല്ലതെന്തെന്നറിയുമോ? കാഷ്ടം തിന്നുകൊണ്ട് കാഷ്ടത്തിൽ കിടക്കുന്ന പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന്, മണ്ണ് കലർത്തിയ വെള്ളത്തിൽ കഴുകണമെന്ന് ഫിഖിന്റെ പണ്ഡിതന്മാര് പഠിപ്പിച്ചു തരുന്ന പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, ആ പന്നിയെ പോയി കെട്ടിപ്പിടിച്ച് കിടക്കലാണ് അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാളും നല്ലതെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, കാരണം എന്തെന്നറിയുമോ? ഒരു പന്നിയുടെ ശരീരത്ത് തൊട്ട് കഴിഞ്ഞാൽ 7 വെള്ളത്തിൽ കഴുകിക്കഴിഞ്ഞാൽ ശുദ്ധമാകുമല്ലോ. പക്ഷേ ഒരന്യ പെണ്ണിന്റെ ശരീരത്ത് തൊട്ട് വ്യഭിചരിച്ചു കഴിഞ്ഞാൽ മോനെ എവിടെ കൊണ്ടുപോയി കഴുകാനാടാ? വ്യഭിചാരമെന്ന് പറയുന്നത് റസൂലുള്ളാഹി വ്യക്തമായി പറയുന്നുണ്ട്. കണ്ണിന് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കൈക്ക് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമിന്റെ ജീവിതം വല്ലാത്ത സങ്കടകരമാണ്. പടച്ചവനെ ലജ്ജിച്ച് തലതാഴ്ത്തി പോകുന്ന രീതിയിൽ ഈ ഉമ്മത്തിന്റെ ജീവിതം അങ്ങനെയാണ്. അത്ഭുതം തോന്നാറുണ്ട്. പടച്ചവനെ, മരണമുണ്ടെന്ന് വിശ്വസിക്കുന്ന, ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്ന, പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന, നരകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് പടച്ചവനെ ഇതുപോലെ പ്രവർത്തിക്കാൻ തോന്നുന്നത്? മോശമായ ജീവിതമല്ലേ? എങ്ങനെ ഒരു മുസ്ലിമിനെ കള്ളു കുടിക്കാൻ കഴിയും? എങ്ങനെ ഒരു മുസ്ലിമിനെ വ്യഭിചരിക്കാൻ കഴിയും? എങ്ങനെ ഒരു മുസ്ലിമിന് പലിശ കച്ചവടം നടത്താൻ കഴിയും? എങ്ങനെ ഒരു മുസ്ലിമിന് പിടിച്ചു പറിക്കാൻ കഴിയും? എങ്ങനെയാണ് ഒരു മുസ്ലിമിന് കൊലപാതകം ചെയ്യാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഒരു മുസ്ലിമിന് തീവ്രവാദിയാകാൻ കഴിയുന്നത്? ഒരു മുസ്ലിമിന് എങ്ങനെയാണ് മറ്റൊരുത്തനെ വേദനിപ്പിക്കാൻ കഴിയുന്നത്? ഒരിക്കലും അവന് കഴിയില്ല. കാരണം എന്തെന്നറിയുമോ? അവൻ വിശ്വസിക്കുന്നവനാണ് അല്ലാഹു എന്ന് പറയുന്ന ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ്. ആ
അള്ളാഹുവിന്റെ മുന്നിൽ ഒരു ദിവസം പോയി നിൽക്കേണ്ടവനാണല്ലോ. ഈ ചിന്തയുള്ള ഒരു മുസ്ലിമിന് ഒരിക്കലും അള്ളാഹുവിനെ മറക്കാൻ, ഇസ്ലാമിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്താൻ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കാൻ ഒരിക്കലും കഴിയില്ല, ഒരിക്കലും അങ്ങനെ കഴിയുകയില്ല. പക്ഷേ മനുഷ്യനവിടം അതപ്പതിച്ചു പോയപ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു തരികയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ ഇങ്ങനെ അള്ളാഹുവിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുമ്പോ തോന്നിവാസികളെ പോലെ, ധിക്കാരികളെ പോലെ ഈ ഭൂമിയുടെ മുകളിലൂടെ മതിമറന്ന് ആസ്വദിച്ച് സുഖിച്ച് അവനവന് തോന്നുന്നത് പോലെ ജീവിക്കുമ്പോ അല്ലാഹുവേ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരികയാ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് മൊബൈൽ എടുത്ത് നോക്കിയാൽ, ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ, വാട്സപ്പ് എടുത്ത് നോക്കിയാൽ, യൂട്യൂബിന്റെ അകത്ത് കയറിപ്പോയാൽ ഈ ഉത്തമ സമുദായമുണ്ടല്ലോ, അള്ളാഹുവിന്റെ ദീനിനെ തരം താഴ്ത്തുന്ന രീതിയില്, നാണം കെടുത്തുന്ന രീതിയില് പ്രചരണങ്ങൾ നടക്കുകയാണ്, പ്രഭാഷണങ്ങൾ നടക്കുകയാണ്. ലൈവായിട്ട് ഈ സമുദായത്തെ മോശക്കാരാക്കുകയാണ്, നമ്മളെ നിന്ദരാക്കുകയാണ്, നിസാരന്മാരാക്കുകയാണ്, അവഹേളിക്കുകയാണ്. അതിന്റെ കാരണമെന്തെന്നറിയുമോ? അതിന്റെ കാരണമെന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തന്നെയാണ്. ഈ ദീനിനെ നാണം കെടുത്താൻ മുസ്ലിമിനൊരു വിലയില്ലല്ലോ, മുസ്ലിമിനൊരു വിലയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകന്റെ സ്വഹാബത്തിന് പടച്ചവനെ അമുസ്ലിമീങ്ങൾ പോലും അവിടെ നിന്ന് ആദരിച്ചിരുന്നല്ലോ, ബഹുമാനിച്ചിരുന്നല്ലോ. എന്തിനാണ് 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം പറയുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത്, സാക്ഷാൽ ഈ കേരളത്തില് ആദ്യമായിട്ട് അറബികൾ കടന്നു വന്നപ്പോ അവരെ സ്വീകരിച്ചിരുന്നതാരാ? അവർക്ക് താമസിക്കാനുള്ള സ്ഥലം കൊടുത്തതാരാ? അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്തതാരാ? അറബികളെ ആദരിച്ചല്ലോ, അറബികളെ ബഹുമാനിച്ചല്ലോ. അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പക്ഷേ ആ നാട്ടിൽ ഇന്ന് മുസ്ലിമിന് ഇസ്സത്തുണ്ടോ? 1400 വർഷങ്ങൾക്ക് മുമ്പൊക്കെ കടന്നു പോകുന്നത് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിലൊക്കെ ആദ്യമായിട്ട് ഗൾഫിൽ നിന്നൊക്കെ അറബികൾ വന്നപ്പോൾ അവരെ സ്വീകരിച്ചത് ആരാ? അബൂബക്കറ അല്ലെങ്കിൽ ഉമർ? ആരാപ്പ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് അവരെ ആദരിച്ചത്, അവരെ ബഹുമാനിച്ചു, അവർക്ക് ഭക്ഷണം കൊടുത്തു, അവർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുത്തു. കൊടുങ്ങല്ലൂരല്ലേപ്പ? ആരാ? നമ്പൂതിരി, അന്നത്തെ ആൾക്കാർ, ഹൈന്ദവ. അപ്പൊ അന്നൊക്കെ നമുക്ക് ഇസ്സത്ത് ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഒരു മുസ്ലിമിന്റെ വാക്കിന് വിലയുണ്ടായിരുന്നു. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? അവനെ വിശ്വസിക്കാം, അവൻ 5 നേരം നിസ്കരിച്ച് നിസ്കാര തഴമ്പുമിട്ട് അള്ളാഹുവിനെ പേടിച്ച് നടക്കുന്ന അവനെ വിശ്വസിക്കാമെന്ന് അമുസ്ലിമീങ്ങൾ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് പറയും, ആരെ നമ്പിയാലും, ലൈവായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നമ്മുടെ നാടൻ ഭാഷയിൽ പറയും, ആരെ നമ്പിയാലും എന്താ പറയില്ല, എന്താ, ആരെ നമ്പനാലും മേത്തനെ നമ്പനാലും അങ്ങനെ നേരത്തെ പറയും. ആരെ നമ്പിയാലും കാക്കായ നമ്പണ്ടാന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞ അങ്ങനായി നമ്മൾ. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും തരം താഴ്ന്നു പോയത്? ഊച്ചാളികൾ പോലും നമ്മളെ പറയുന്നില്ലേ? ഒന്നുമില്ലാത്തവൻ പോലും എന്തൊക്കെ പറയും നമ്മളെ. നമുക്കൊക്കെ ചില പ്രഭാഷണങ്ങളും ചില നോട്ട്സുകളും കാണുമ്പോൾ സങ്കടം തോന്നും. അല്ലാ, ഇതെന്താ അല്ലാ ഈ പറയണേ? ദീനിന് ഇത്രയും നിന്നിരായി തൊപ്പിയും ചുബ്ബയിട്ട് പോകുന്നവനൊരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കുക. അല്ലാ, അവളൊക്കെ കയറി കഴിഞ്ഞാൽ 4 പേരിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കയറി പോകുമ്പോൾ നോക്കുക, അവർ നോട്ടത്തിൽ പോലും വല്ലാത്ത ഒരു പന്തികേട് തോന്നുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും തരം താഴ്ന്നു പോയത്? അതിന്റെ കാരണത്തെക്കുറിച്ച് ആരും ചിന്തിക്കണില്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ അധപ്പതിച്ചു പോകാനുള്ള കാരണമെന്താ? ഇത്രയും തരം താഴ്ന്നു പോകാൻ, ഈ മുസ്ലിം ഉമ്മത്ത് ഇത്രയും നിന്നരായി പോകാനുള്ള കാരണമെന്തെന്നറിയുമോ?
മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനായി പോയത്? അല്ലാഹുവിന്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്താ? 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയി. ഒടിഞ്ഞ വാള്, ഒട്ടിയ വയറ്, ഒരു നല്ല ആയുധം പോലുമില്ലാതെ 313 സ്വഹാബത്ത് 1000-ഓളം വരുന്ന ശത്രുവിന്റെ നടുവിലേക്ക് കടന്നു പോയിട്ട് എങ്ങനെയാ വിജയിച്ചതെന്നറിയുമോ? അല്ലാഹുവേ, ആകാശലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ, അല്ലാഹുവിന്റെ സൈന്യമുണ്ടല്ലോ, പടച്ചവനെ അവിടുന്ന് ചരിത്രം പറയുന്നുണ്ട്. അവരിങ്ങനെ ഇറങ്ങി വരുന്നത് കാണുകയാണ്. സഹാബികൾ പറയുന്നു, ഞങ്ങൾ വാളെടുത്തു വീശുന്നതിന് മുമ്പേ ശത്രു പിടഞ്ഞു വീഴുകയാ. അല്ലാഹുവേ, ഇബ്ലീസ് പേടിച്ചോടിയ ചരിത്രം അറിയുന്നവരല്ലേ? അല്ലാഹുവിന്റെ സഹായം ഇറങ്ങിയ ഒരു സമുദായം ഇന്ന് വല്ലാത്ത പ്രയാസത്തിലാണ്, ഇന്ന് വല്ലാത്ത നിന്ദതയിലാണ്. അതിന്റെ കാരണം എന്തെന്നറിയുമോ? നമ്മൾ അല്ലാഹുവിനെ മറന്നതുകൊണ്ടാ. അല്ലാഹുവിന്റെ നിയമങ്ങളെ മറന്നതിന്റെ പേരിലാ, അല്ലാഹുവിന്റെ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഞാനും നിങ്ങളും നിന്ദിച്ചു തുടങ്ങിയപ്പോ ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് വാ എന്ന് പറഞ്ഞു പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിക്കുമ്പോ പള്ളിക്കകത്തിരുന്നിട്ട് കയറുന്നില്ലല്ലോ, കമ്മിറ്റി ഓഫീസിനകത്തിരുന്ന് കയറുന്നില്ല, പള്ളിയുടെ മുന്നിലിരുന്നിട്ട് കയറുന്നില്ല. പുറകിൽ കിടക്കുന്നവന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നത് കണ്ടാൽ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വിളിച്ചിട്ട് ഉത്തരം നൽകാതെ ആ വിളി കേൾക്കാത്തവനെ പോലെ അതിനെ ഞാനും നിങ്ങളും നിന്ദിക്കാൻ തയ്യാറായി നിസ്കരിക്കാൻ കയറുന്നില്ല. എടാ, പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കടാ. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നല്ലോ, നേരത്തെ പള്ളിയിലേക്ക് പോകൂ. ജുമാ നമസ്കരിക്കാൻ ആദ്യമായിട്ട് പള്ളിയിലേക്ക് കടന്നു പോകുന്നവന് ഒട്ടകത്ത് അറുത്തു കൊടുത്തതിന്റെ പ്രതിഫലം, ഒരു മുട്ട വാങ്ങിക്കൊടുത്തതിന്റെ പ്രതിഫലമെങ്കിലും നമ്മളിൽ പലർക്കും കിട്ടാറുണ്ടോ? അല്ലാഹ് പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി വിളിച്ച് ആദ്യം പോകുന്നവന് ഒട്ടകത്ത് അറുത്ത് കൊടുത്ത പ്രതിഫലം നമുക്ക് മുട്ടയുടെ പ്രതിഫലെങ്കിലും കിട്ടിയോ? പറ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് വെള്ളിയാഴ്ച! പണ്ട് അത്താടെ കയ്യും പിടിച്ചിട്ട് 11 മണിക്ക് പള്ളിയിൽ പോയവനെ നമ്മളൊക്കെ ആലോചിക്കുക. ഞാനൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ 10:45 പള്ളിയിൽ പോകും, പിടിച്ചുകൊണ്ട് 1ാമത്തെ സഫി ഇരുത്തും. അന്ന് പ്രാവി അടുത്തിരുന്നിട്ടുണ്ട് ഉതുവെടുക്കാൻ വേണ്ടി പോകണത്. ഇപ്പം 12:45 ഞാൻ കയറാറില്ല. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് ചിന്തിച്ച് വയ്ക്കുക, നമ്മളൊക്കെ ഇന്ന് എപ്പോഴാ പള്ളി വരിക? ഇവിടെ പള്ളിക്കകത്ത് നിസ്കാരം നടക്കുമ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകും. നിസ്കരിക്കൂ? നിന്നിക്കലല്ലേ, അല്ലാഹു തആല നിന്നിക്കൽ. പരിശുദ്ധമായ ഖുർആൻ ഇരിക്കുന്നുണ്ട്, എത്ര പേരാ തുറക്കുക? ഖുർആൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാ വതിൽകൽ അംസാൽ. ഖുർആൻ പറയുക, അല്ലാഹ് പറയുകയാ, ഈ ഖുർആൻ എങ്ങാണ് ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നെങ്കിൽ ആ പർവ്വതം പേടിച്ചിട്ട് പൊടിഞ്ഞു പോകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ എടുത്തൊരു പർവ്വതത്തിന്റെ മുകളിൽ അല്ലാഹ് ഇറക്കിയെങ്കിൽ ഈ ഖുർആനിനോടുള്ള ബഹുമാനം കാരണം പേടിച്ചിട്ട് ആ പർവ്വതം പോലും ധൂളികളായി പോകും. ഖുർആൻ പറയാ, നമ്മളോ കഷത്ത് വെച്ചോണ്ട് നടക്കണ ഖുർആൻ. നമ്മള് പടച്ചോരെ ഓരോ വീട്ടിൽ ചെന്ന് ഓരോ വീടുകളിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ പല വീടുകളിലും പിരിവിനൊക്കെ പോകുമ്പോഴേ പടച്ചോനെ നിസ്കരിക്കാനൊക്കെ കയറുമ്പോൾ ചെലന്തി വലി അടച്ചിട്ടായിരിക്കണേ. ഒന്ന് ആലോചിക്കുക, ഖുർആൻ ഇരിക്കണ ഖുർആൻ എത്ര പേര് തൊടാറുണ്ട്? പള്ളിക്കകത്ത് അടുക്കി വെച്ചിരിക്കുക. മുസമ്മിലെ വല്ലപ്പോഴും എടുത്തിട്ട് ഒന്ന് തട്ടിക്കൊടുക്കണം കേട്ടാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെലന്തി വല്ലതും കൂട് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയൊക്കെ ഇറങ്ങിപ്പോന്ന് കാണാൻ അതിനകത്തുനിന്ന്. പള്ളിക്കകത്തിരിക്കുന്ന ഖുർആൻ തന്നെ എന്നാ എടുക്കണമെന്നറിയോ? 27-ാം രാവിൻ്റെ അന്നെല്ലാവരും കൂടുമ്പോൾ എടുക്കാറുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാനെ ഓർത്തിട്ട് ഒരു അലമാരി മേടിച്ച് വെക്കണം കേട്ടാ, അത്യാവശ്യമാണ്. കാരണം അതിൻ്റെ അവസ്ഥ പലരും അതിൻ്റെ മുകളിലാണ്, സത്യമായിട്ട് അറിയത്തില്ല. ഹദ്ദാദ് റാത്തി ഓതൂല്ലേ? ഹദ്ദാദിന്റെ കിതാബിന്റെ അകത്ത് 1ാമത്തെ ആയത്തേതാ? എടാ, ഹദ്ദാദ് കിതാബ് ഇരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹദ്ദാദ് കിതാബിൽ 1 ഫാത്തിഹ, 2 സൂറത്തുൽ ബക്കറ, അല്ലേ? 4 ആയത്താണെങ്കിലും ബക്കറ.
ആയത്തുൽ കുർസി, ആമന റസൂൽ ഇല്ലേ, സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്ക്, നാസ് തറയിലായിട്ടിട്ട് ഓതുന്നേ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത്ര ദിക്റുകൾ പറയുന്നത് തറയിലിട്ടേക്ക്, ആർക്കും വേണ്ട. തറയിലൊക്കെ ഇട്ടിട്ട് ചിലർ പടച്ചവനാലും നമ്മളിതാ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനെ നമ്മൾ ആദരിക്കുന്നില്ല, പിന്നെ എങ്ങനെ നാട്ടുകാർ നമ്മുടെ നെഞ്ചത്ത് കയറാതിരിക്കും? എൻ്റെ പ്രിയപ്പെട്ടവരെ, കള്ളു കുടിക്കരുത്. മുസ്ലിമേ, നീ കള്ളു കുടിക്കാൻ പാടില്ല. അള്ളാഹ് പറഞ്ഞതാ, ഞാൻ കുടിക്കുന്നു, മുസ്ലിം കുടിക്കുന്നു, പിന്നെ എങ്ങനെ നമുക്ക് ഇസ്സത്ത് ഉണ്ടാകും? എടാ, പലിശ കച്ചവടം നടത്തട്ടടാ, അവൻ വിവരമില്ലാത്തവൻ, നീ മുസ്ലിമാടാ. പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും സാക്ഷി പോലും നിൽക്കരുതെന്നല്ലേ നിന്റെ ദീൻ പഠിപ്പിച്ച് അല്ലേ? എഴുതാൻ പാടുണ്ടോ? സാക്ഷി നിൽക്കാൻ പാടുണ്ടോ? ഒന്നും പാടില്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പലിശ കൊടുക്കുന്നത്, വാങ്ങുന്നത്, എഴുതുന്നത്, സാക്ഷി നിൽക്കുന്നത് എല്ലാം പാവമെന്നാണ് പഠിപ്പിച്ച്. പിന്നെ 10% കിട്ടുമെങ്കിൽ എന്തിനും നമ്മൾ തയ്യാർ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം നമ്മൾ നാണം കെടൂല്ലേ? അപ്പം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമ്മൾ നാണം കെടാനുള്ള കാരണം നമ്മൾ തന്നെയാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ പ്രവാചകന്റെ സുന്നത്തുകൾ, അതൊക്കെ നമ്മളിങ്ങനെ കാറ്റി. എന്തിനാ പടച്ചോനിപ്പോൾ നിസ്കരിക്കുമ്പോൾ തൊപ്പി വേണോ? വേണോ? എന്തിനാ തൊപ്പിയൊക്കെ? എന്തിനാ? അല്ല, പാൻറ്റും ജീൻസൊക്കെ ഇട്ട് നിസ്കരിച്ചാൽ പോരെ, എന്തിനാ തൊപ്പി വെക്കണോ? നിർബന്ധമുണ്ടോ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉണ്ടോപ്പാ? നിങ്ങളെന്താ എൻ്റെ മുഖത്ത് നോക്കണേ? തൊപ്പിയുണ്ടോ? നമ്മൾ താടി വളർത്തണോ? ക്ലീൻ ഷേവ്. പായിപ്പാട് പള്ളിയിൽ ഇമാമ ക്ലീൻ ഷേവ്, ജീൻസിൻ്റെ പാൻറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ നിസ്കരിച്ചെന്ന് അരച്ചിക്ക് അവിടെ കയറി എന്നിട്ട് അരച്ചു വയ്ക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കളയുക. താടിയൊക്കെ വളർത്താൻ പറഞ്ഞ ക്ലീൻ ഷേവ്, അള്ളാഹു കാക്കട്ടെ. 4 കളിയാക്കിയതല്ല, ചിന്തിക്ക്. ജമാഅത്തിൻ്റെ പ്രസിഡന്റാ, നിങ്ങളെ തങ്ങളായിട്ടാ പലരും കാണുന്നത്. താടി വളർത്തിക്കൊള്ളണം ഇൻഷാ അല്ലാഹ്. ഷാജിക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വിചാരിക്കണത് പ്രശ്നം ഇവിടുത്തെ മുത്തവില്ല എന്നാണ് വിചാരിക്കണത്. താടി വളർത്തണം. അൻസാരി എണ്ണം പിന്നെ കുഴപ്പമില്ല. എൻ്റെ പോനാ നാസറിൻ്റെ മൊബൈൽ തുടങ്ങി. ആ പാട്ട് ഇതുവരെ മാറ്റിയിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്. നെയിൽ നദി തന്നെ അതല്ലേ പാട്ട്? പണ്ട് പോത്തിനെ വാങ്ങാൻ പോകുമ്പോഴേ ഈ പാട്ടാ കേട്ട് മടുത്ത്. നെയിൽ നദി തൻ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ നെയിലൊതുക്കിയ പാട്ടാ. അങ്ങനെ നമ്മൾ ചിരിക്കണ്ട. ഇന്ന് ജുമായ്ക്ക് ആരുടെ ഒരു മൊബൈൽ അടിച്ചു, കുറച്ചവനെ എന്തോ ആയിരുന്നു റബ്ബ് എന്നടിച്ച്. അൽഹംദുലില്ലാഹ്, പാവപ്പെട്ടവനാ. നമുക്ക് വലിയ ഇഷ്ടം. നമ്മളൊക്കെ ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്. അള്ളാഹു സ്വർഗത്തിലെ ഭക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മക്കളെയൊക്കെ നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇറച്ചിക്കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പോത്തിന് നടക്കുമ്പോൾ ഇത്തിരി നമുക്ക് തരണം കേട്ടോ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ബർക്കത്തിക്കുമാറാകട്ടെ. എവിടെയോ കൊണ്ട് കുറച്ച് പൈസ കൊണ്ടിട്ടിട്ട് തിരിച്ചു കിട്ടണില്ല, സങ്കടത്തിൽ. അള്ളാഹു അത് തിരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കണില്ല. നമ്മൾ തോന്നിവാസം പോലെ അള്ളാനെ കളിയാക്കുന്ന പോലല്ലേ ഇതൊക്കെ. ഈ നിയമങ്ങളൊക്കെ ഞാനും നിങ്ങളും അനുസരിക്കാതെ വരുമ്പോൾ അള്ളാനെ നമ്മൾ നിന്ദിക്കുന്നു. അപ്പം നാട്ടുകാർ നമ്മളെ നിന്നും. അതുകൊണ്ടാണ് ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോയത്. നാണം കെട്ടുപോകാനുള്ള കാരണം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വല്ലാതെ മനസ്സിലാക്കണം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹുവിനോട് സഹായം തേടാറുണ്ടായിരുന്നു. അദ്ദേഹമാകട്ടെ വൻ സൈന്യമുള്ളവനുമായിരുന്നു. ചരിത്രം പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു യുദ്ധങ്ങൾക്കൊക്കെ പോകുമ്പോൾ ശത്രുക്കളെക്കാളും കൂടുതലുണ്ടെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്യും, പടച്ചവനെ നീ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ. എന്തുകൊണ്ട്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാ, വലിയ സൈന്യമുള്ളതിലൊന്നുമല്ല കാര്യം, അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകണമെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇത്രയും നിന്നിനും നിസ്സാരനുമായി പോകാൻ, വളരെ തരം താഴ്ന്നു പോകാനുള്ള കാരണം നമ്മൾ തന്നെയാണ്. പർദ്ദയിട്ടുകൊണ്ട്, തലമറച്ചുകൊണ്ട്, ജുബ്ബ ധരിച്ചുകൊണ്ട്, മുസ്ലിമാണെന്ന് പറഞ്ഞ് താടി വളർത്തിയിട്ട് തൊപ്പിയും താടിയും. ഇത്രയും വരെ ഞാൻ കണ്ടോ 5 or 6 തീവ്രവാദിയെ പിടിച്ചു. ഒരു പത്രം എടുത്തു നോക്കിയപ്പോൾ ആദ്യം അവസാനമായിരുന്നു, ഒരു തൊപ്പിയിട്ടൊരുത്തനുണ്ടായിരുന്നു, ഓൻ അവസാനമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ പത്രം നോക്കിയപ്പോൾ 1ാമത് തൊപ്പിയിട്ടവൻ. എന്നാലോചിക്ക്. ഇല്ല എന്ന് പറയണ്ട. എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കും ഓരോ വിഷയങ്ങളിലും അങ്ങനെ. അപ്പം നമ്മൾ ചിന്തിക്കണം, മുസ്ലിം ഉമ്മത്തിനെ, ഈ സമുദായത്തിനെ എല്ലാവരും നമ്മളിങ്ങനെ മോശക്കാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം നമ്മൾ തന്നെ. നമ്മൾ അള്ളാഹുവിനെ മറക്കുന്നു.
അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പിൻപറ്റുന്നില്ല, അനുസരിക്കുന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നില്ല, ഇതിനെയൊക്കെ നമ്മൾ നിസ്സാരവൽക്കരിച്ചപ്പോൾ അള്ളാഹു നമ്മളെ നാണം കെടുത്താൻ തീരുമാനിച്ചു. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമുദായത്തിന് ബാധിച്ചിരിക്കുന്ന ഈ നിന്ദിതയിൽ നിന്ന് കരകയറാനുള്ള ഏക വഴി അള്ളാഹുവിൻ്റെ ദീനിലേക്ക് തിരിച്ചു പോകുക, ഇതല്ലാതെ വേറെ വഴിയില്ല. ഈ നിന്ദതയും ഈ അവഹേളനവും ഈ തരം താഴ്ത്തലും ഈ ഒറ്റപ്പെടുത്തലും ഇതെല്ലാം മാറണമെങ്കിൽ ഏക വഴി അള്ളാഹുവിൻ്റെ ദീനിലേക്കും മുറുകെ പിടിച്ചുകൊണ്ട് ആ ദീനിലേക്ക് തന്നെ മടങ്ങുക, അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങുക. അതല്ലാതെ ഒരു വഴി നമുക്കില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തബായഅതും ബിൽഗിനതി വഅഖദതും അദ്നബൽ ബഖറ വറളീതു ബിസ്സർഇ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ മോശക്കാരാകാനുള്ള കാരണം പലിശ കച്ചവടം നടത്തുകയും കന്നുകാലികളെ വാൽ പിടിക്കുകയും ദുനിയാവിന്റെ ചിന്തയിൽ മാത്രം കടിഞ്ഞുകൂടുകയും ഇങ്ങനെയുള്ള മോശമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ നിങ്ങളെ നിന്ദിത തേടി വരികയാണ്, നിങ്ങളെ നിസാരത തേടി വരികയാണ്. അതുകൊണ്ട് അതിൽ നിന്നൊരു മാറ്റം വേണോ, ഈ ദില്ലത്തിൽ നിന്നൊരു മാറ്റം വേണോ? അല്ലാഹുവിന്റെ ദീനിലേക്ക് നിങ്ങൾ മടങ്ങലല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദീനിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടണ്ട. എന്തിനാണ് ദീന് തകർന്നു പോകുമെന്ന് നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ ഞാനും നിങ്ങളും പേടിക്കണ്ട. പടച്ചവനെ, ഇവരെല്ലാവരും നമ്മൾക്കെതിരായാലും അല്ലാഹുവിന്റെ ദീനിനെ തകർക്കാൻ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് ദീനിനെതിരെ തിരിഞ്ഞാലും നമ്മളാരും പേടിക്കണ്ട. അല്ലാഹുവിന്റെ ദീനിനെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല. സർവ്വതിനെയും അസ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ ദീനി പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നത്. ഒരിക്കലും അത് തകരില്ല. ആരൊക്കെ പരിശ്രമിച്ചാലും അല്ലാഹു വളർത്തണമെന്ന് വിചാരിച്ചാൽ ഈ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കൊടിക്കീഴിലേക്ക് കൊണ്ടുവരണമെന്ന് പടച്ച റബ്ബ് തീരുമാനിച്ച ആരൊക്കെ വിചാരിച്ചാലും പറ്റുകയില്ല. ആരൊക്കെ തകർക്കാൻ നോക്കിയാലും ഒരിക്കലും അതിന് കഴിയുകയില്ല. കാരണം അല്ലാഹുവിന്റെ പ്രകാശമാണ്, ഇത് അല്ലാഹുവിന്റെ നൂറാ. ഈ നൂറിനെ കെടുത്താൻ എത്ര പരിശ്രമിച്ചാലും കഴിയില്ലല്ലോ. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ഒരുപാട് പേര് പരാജയപ്പെട്ടു പോയതാണ്. പടച്ചവനെ, അല്ലാഹുവിന്റെ ദീനിനെ തകർക്കാൻ നമ്രൂദ് ഉണ്ടായിരുന്നല്ലോ, ഫിറഔൻ ഉണ്ടായിരുന്നല്ലോ, അബൂജഹൽ ഉണ്ടായിരുന്നല്ലോ, ഉത്ബത്ത് ഉണ്ടായിരുന്നല്ലോ, ശൈബത്ത് ഉണ്ടായിരുന്നല്ലോ, ഹാമാൻ ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് കൊലകൊമ്പന്മാർ അല്ലാഹുവിന്റെ ദീനിനെ കെടുത്തി കളയാർ, ഈ ദീനിനെ തകർത്ത് കളയാൻ പരിശ്രമിച്ചിട്ടും അവര് പരാജയപ്പെട്ടല്ലോ. എന്റെ മുസ്ലിമേ, അല്ലാഹുവിന്റെ ദീനിനെ വളർത്തണമെന്ന് പടച്ച റബ്ബ് തീരുമാനിച്ചാൽ വളർത്തി കാണിക്കും സഹോദരാ. അതിന് വേറെ എങ്ങും പോകണ്ടല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. വളർത്തണമെന്ന് കാണിച്ചാൽ അല്ലാഹു ഈ ദീനിനെ ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തണമെന്ന് വിചാരിച്ച എങ്ങനെയാണ് നിലനിർത്തിയതിനൊരു സാമ്പിൾ അല്ലാഹു പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് നോക്ക്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ സാക്ഷാൽ ഫിറഔൻ ഉണ്ടല്ലോ. ഫിറഔൻ അവിടെ
കിടന്നൊരു സ്വപ്നം കാണുകയാണ്. പടച്ചവനെ, അതാ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിച്ചപ്പോ ഫിറഔനിന്റെ നിലനിൽപ്പിന് തന്നെ ചോദ്യചിഹ്നമാകുന്ന രീതിയിൽ ഒരാൺകുഞ്ഞ് കടന്നു വരുന്നു എന്ന് അവിടത്തെ പടച്ചവനെ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നവർ പറഞ്ഞു കൊടുത്തപ്പോ അതാ ഫിറഔന് തന്റെ കിങ്കരന്മാരോട് ഓർഡറിടുകയാണ്. ഇനി ബനൂ ഇസ്രായേലുണ്ടല്ലോ, മുസ്ലിമീങ്ങളിൽ ആരെങ്കിലും ഒരു പെണ്ണ് ആൺകുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ നിങ്ങൾ കൊന്നുകളയണം. മുസ്ലിമീങ്ങളെ പ്രസവിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകളയണം. അവൻ നമ്മുടെ മതത്തിനെതിരാണ്, അവൻ ഫിറഔനിനെതിരെ വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബനൂ ഇസ്രായേൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകളയുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെ ഫിറഔനിന്റെ കിങ്കരന്മാര് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകന് മഹാനായ കലീമുല്ലാഹി പടച്ചവനെ അവിടുന്ന് ജനിക്കുകയാണ്. അതാ മൂസാ നബിയെ കൊല്ലുന്നതിന് വേണ്ടി മൂസാ നബിയുടെ വീട്ടിലേക്ക്, മൂസാ നബിയുടെ ഉമ്മയുടെ മുന്നിലേക്ക് അതാ ഫിറഔനിന്റെ കിങ്കരന്മാരെ കടന്നു വന്നപ്പോ അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാ, ഒരു പെട്ടിക്കകത്താക്കിയിട്ട് തന്റെ പൊന്നാര മകനെ നൈൽ എന്ന് പറയുന്ന നദിയിലൊഴുക്കുവാൻ പടച്ചവനെ അല്ലാഹു പറഞ്ഞപ്പോ അവിടുന്ന് തന്റെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് നൈൽ നദിക്കകത്തേക്ക് ഒഴുക്കുകയാണ്. ചരിത്രമറിയുമല്ലോ, ഫിറഔനിന്റെ ഭാര്യയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ, പഠിക്കണം, ചരിത്രങ്ങൾ പഠിക്കണം. ആസിയ ബീബി അവിടുന്ന് കാണുകയാണ്, അല്ലാഹ് എവിടെയാണ് മൂസാ നബിയെ വളർത്തിയത്, അല്ലാഹ് എവിടെയാണ്. അതാ മുസ്ലിമിന്റെ വയറ്റിൽ നിന്ന് ജനിക്കുന്ന മുസ്ലിം പെണ്ണ് പ്രസവിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ വളർത്തിയത് എവിടെയെന്നറിയുമോ? ഫിറഔനിന്റെ മടിത്തട്ടിലിട്ട, ഫിറഔനിന്റെ മണിയറയ്ക്കകത്തിട്ട, ഫിറഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്തിട്ടിട്ട് അല്ലാഹു മൂസാ നബിയെ വളർത്തുകയാ. ഇതിനെക്കാളും എന്ത് തെളിവാ വേണ്ടത്? ഇതിനെക്കാളും എന്ത് തെളിവാ വേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീന്, ആ ദീനിനെ നിലനിർത്താൻ അല്ലാഹുവിന് അറിയുമല്ലോ. മൂസാ നബി ആൺകുഞ്ഞുങ്ങളെ മുഴുവനും, ഫിറഔൻ ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകൊണ്ടിരിക്കുമ്പോ ഫിറഔനെതിരെ ശബ്ദിക്കേണ്ട മൂസാ നബി ഫിറഔനിന്റെ മടിയില്, ഫിറഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് വളർന്നുകൊണ്ടിരിക്കുകയാ. എന്തിനു പറയണം, ഫിറഔനിന്റെ ഭാര്യയുണ്ടല്ലോ മഹ്ദി ആസിയ. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്ക്, അല്ലാഹു പറയുകയാണ്, ലോകത്ത് കടന്നു വരുന്ന ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന പെണ്ണുങ്ങളോട് അല്ലാഹു പറയുന്ന, പെണ്ണുങ്ങളെ നിങ്ങൾ രണ്ടുപേരെ കണ്ടുപഠിക്കണേ, നിങ്ങൾ രണ്ടുപേരെ റോൾ മോഡലാക്കണേ. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളെ കണ്ടുപഠിക്കണം. ആ പെണ്ണുങ്ങളെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അവരാരെന്നറിയുവോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഫിറഔനിന്റെ ഭാര്യയായ ആസിയ ബീവിയുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്. ആസിയ ബീവിയുടെ ജീവിതം നിങ്ങൾ പഠിച്ചു നോക്ക്. ഫിറഔനിന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹാ അവസാനം ഫിറഔനിന്റെ ഭാര്യയായിരുന്നല്ലോ. അല്ലാഹുവിന്റെ ദീനിനെ കൊണ്ട് വിശ്വസിച്ചു. അവസാനം ആസിയ ബീവിയുടെ ഗുഹ്യഭാഗത്തേക്ക് പഠിപ്പിച്ച കമ്പി കുത്തിയിറക്കിയിട്ട് ആസിയ ബീവിയെ കൊല്ലുമ്പോ ആ സമയത്ത് ആസിയ ബീവി അല്ലാഹുവിനോട് ചോദിക്കുന്നത് എന്തെന്നറിയുമോ? പടച്ചവരോട് ചോദിച്ചത് എന്തെന്നറിയുമോ? ബൈതം ഫിൽ ജന്ന, അല്ലാഹുവേ അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ ഈ ആസിയായിക്ക് ഒരു വീട് തരണേ അല്ലാഹ്. ആസിയ ബീവി എവിടെന്ന് ചോദിച്ചു എന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീനിന് വളർത്തണമെന്ന് പടച്ച റബ്ബ് തീരുമാനിച്ച ആരൊക്കെ നോക്കിയാലും തോറ്റുപോകും,
ആരൊക്കെ തലകുത്തി മറിഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ വിപ്ലവങ്ങൾ നടത്തിയാലും അല്ലാഹുവിന്റെ ദീനീ ലോകത്ത് കൊടികുത്തി വാഴും. ഇത് ഖുർആൻ പറഞ്ഞതാ, ഇത് ഖുർആൻ പറഞ്ഞതാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇതിനൊക്കെ കാരണം എന്തെന്നറിയുമോ? നമ്മൾ അല്ലാഹനെ മറന്നത് കൊണ്ടാ, അല്ലാഹുവിന്റെ കൽപ്പനകൾ പിൻപറ്റാത്തത് കൊണ്ടാ, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കാത്തത് കൊണ്ടാ, അല്ലാഹു ബഹുമാനിക്കണമെന്ന് പറഞ്ഞതിന് നമ്മൾ ബഹുമാനിക്കാത്തത് കൊണ്ടാണ്, നമ്മുടെ ജീവിതം അധപ്പതിച്ചത് കൊണ്ടാണ് പടച്ചവനെ നമ്മൾ ഇന്ന് നിന്ദരാകുന്നത്, നിസ്സാരന്മാരാകുന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കേൾക്കുമ്പോൾ ഇങ്ങനെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. ആരാ? ഫിർഔൻ നാട്ടിൽ ജനിക്കണ കുഞ്ഞുങ്ങളെ മൊത്തം കൊന്നുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്തല്ലേ മൂസാ നബി വളർന്നത്. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഓൻ്റെ മടി കിടന്നിട്ട് ഓൻ്റെ താടി പിടിച്ച് വലിച്ചിട്ടാണ് മൂസാ നബി കളിച്ചത്. അതാ നമ്മൾ പഠിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ദീനത അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചിലർക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റണില്ല, ഇറങ്ങിപ്പോകുന്ന അവരെക്കുറിച്ച് നമ്മളെന്ത് പറയാൻ? അള്ളാഹുവിൻ്റെ ദീൻ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, സൂറത്തുൽ അസ്ർ എന്ന് പറയുന്ന മൂന്നാമത്തെ കാര്യം, നമ്മൾ അള്ളാഹുവിനെ മറക്കരുത്, നമ്മൾ നഷ്ടപാടികളായി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാ നമ്മൾ പഠിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ദീനത അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചിലർക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റണില്ല, ഇറങ്ങിപ്പോകുന്ന അവരെക്കുറിച്ച് നമ്മളെന്ത് പറയാൻ? അള്ളാഹുവിൻ്റെ ദീൻ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, സൂറത്തുൽ അസ്ർ എന്ന് പറയുന്ന മൂന്നാമത്തെ കാര്യം, നമ്മൾ അള്ളാഹുവിനെ മറക്കരുത്, നമ്മൾ നഷ്ടപാടികളായി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.